ഗുഡ് മോർണിംഗ്, വെൽക്കം ടു എം വിത്ത് സിനിഫിലിയ. നമ്മൾ സംസാരിക്കുമ്പോൾ കുറച്ച് കട്ടിയുള്ള ടോപ്പിക്കാണ്, അല്ലെങ്കിൽ വളരെ സങ്കടമുള്ള ടോപ്പിക്കാണ്. ഫേസ്ബുക്കിൻ്റെ ഇൻഫ്ലുവൻസിൽ സ്വന്തം മക്കളെയും ഭർത്താവിനെയും വരെ ഉപേക്ഷിച്ച് ഒരു ഭാര്യയുടെ കഥയാണ്. കഥയെന്ന് പറഞ്ഞാൽ തുടക്കം എന്ന് വെച്ചാൽ നമ്മുടെ ഒരു കൂട്ടുകാരൻ എന്ന് പറയുമ്പോൾ എന്നെക്കാളും നല്ല മൂത്ത ചേട്ടനാണ്. പുള്ളി നമ്മുടെ വീടിനപ്പുറത്തുണ്ടായിരുന്ന ചേട്ടനാണ്. പുള്ളി എപ്പോഴും ഈ സഹായത്തിനുണ്ടായിരുന്നതാണ് പണ്ട് തൊട്ടേ. പക്ഷേ പുള്ളിയുടെ പറ്റിയ പ്രശ്നം വെച്ചാൽ, ഞാനൊരു ഉദാഹരണം പറഞ്ഞുതരാം. ഞങ്ങൾ ഒരു പ്രാവശ്യം ഞാനും എൻ്റെ അനിയനും കൂടെ ദൂരെ ഒരു സ്കൂളിൽ പോയിട്ട് ഞങ്ങൾ തിരിച്ചു വരുമ്പോഴത്തേക്കും അപ്പം ഞങ്ങൾ പറഞ്ഞു, ചേട്ടാ വല്ലതും കഴിക്കാൻ മേടിക്കണമെന്ന് വെച്ചപ്പോൾ പുള്ളി പറഞ്ഞാണ്, വേണ്ട, എനിക്കായിട്ട് വേണ്ട, മേടിക്കണം എൻ്റെ മക്കൾക്കും ഭാര്യയ്ക്കും കൂടെ മേടിക്കാം, കാരണം എനിക്ക് ഒറ്റയ്ക്ക് കഴിച്ച് ഇറങ്ങത്തില്ല. അത്രയ്ക്കൊരു കുടുംബം എന്ന് മാത്രം ചിന്തിക്കുന്നൊരു മനുഷ്യൻ. അങ്ങനെ ഒരു മനുഷ്യൻ ഞാൻ വേറെ കണ്ടില്ല. കാരണം അത്രയ്ക്ക് അന്ന് പുള്ളി ഒരു വണ്ടിക്കടയിൽ അല്ലെങ്കിൽ ഒരു കാറിൻ്റെയൊക്കെ സെക്കൻഡായിട്ട് കാർ വിൽക്കുന്ന ഒരു കടയിൽ നിൽക്കുവാണ്. പ്ലസ് പുള്ളി രാത്രിയിൽ ഒരു ഓട്ടോ ഓടാൻ പോകുന്നുണ്ട്. അങ്ങനെ മൊത്തത്തിൽ പകൽ ഓടി മക്കളെയും ഭാര്യയും മാത്രം നോക്കി പെർഫെക്റ്റ് ഒരു ഹ്യൂമൻ ബീയിങ്, അല്ലെങ്കിൽ ഹ്യൂമനോട് എന്നൊക്കെ പറയാൻ പറ്റുന്ന രീതിയിലുള്ള മനുഷ്യൻ. കാരണം വീട്ടുകാരെ മാത്രം അല്ലെങ്കിൽ മക്കളും ഭാര്യയും മാത്രം ചിന്തയുണ്ടായിരുന്നൊരു മനുഷ്യൻ്റെ കഥയാണ്. ഞാനപ്പം കുറേ നാളായിട്ട് പുള്ളിയെ കണ്ടിട്ടില്ല. ഞാൻ 10 വർഷത്തോളം ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ 10 വർഷമാണ്. അവിടെ വീട്ടിൽ പോകുമ്പോഴും ആ ചേച്ചിയാണെങ്കിലും നല്ല സഹകരണമാണ്, നല്ല സ്നേഹമാണ്. നമ്മൾ വിചാരിച്ചു പെർഫെക്റ്റ് ഫാമിലി, ഒന്നും പറയാനില്ല, പിക്ചർ പെർഫെക്റ്റ് ആയിട്ടുള്ള ഫാമിലി. പക്ഷേ ഒരു 2 മാസം മുമ്പ് പുള്ളിയെ കണ്ടപ്പോഴാണ് എനിക്ക് കഥയുടെ എസൻസ് മനസ്സിലായത്, അല്ലെങ്കിൽ അവസ്ഥ മനസ്സിലായത്. പുള്ളി വളരെ വിഷമിച്ച് ഒരു ഊർജ്ജമൊന്നുമില്ല, ഓജസ്സും തേജസ്സും ഒക്കെ പോയൊരു മനുഷ്യനെ പുള്ളിക്കുന്നത്. ഞാൻ ചോദിച്ചാൽ എന്താണ് എൻ്റെ പ്രശ്നം എന്ന് വെച്ചപ്പോഴാണ് പുള്ളി പറഞ്ഞത്, എൻ്റെ മോനെ മൊത്തത്തിൽ ജീവിതം താഴോട്ട് പോയി. കൊറോണ കാലത്ത് മോക്ക് പഠിക്കാനായിട്ടൊരു മൊബൈൽ മേടിച്ചു കൊടുത്തു, ഒരു സാംസങ് കുറഞ്ഞ മൊബൈൽ. അപ്പം മോള് പഠനാവശ്യത്തിന് വേണ്ടി മേടിച്ചുകൊണ്ട് ബാക്കി സമയങ്ങളിൽ ഭാര്യ ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാം റീൽസൊക്കെ കാണുന്നത് കണ്ടപ്പോഴത്തേക്കും പുള്ളിയൊന്നും പറയാൻ പോയില്ല. കാരണം ഭാര്യയെ പുള്ളിക്ക് അത്രയ്ക്ക് വിശ്വാസമാണ്. കാരണം ഒന്നും പറയണ്ട, കാരണം പെർഫെക്റ്റ് ആയിട്ട് ലവ് മാരേജാണ്. ഇവർ തമ്മിൽ തൊട്ടടുത്ത വീട്ടിലായിരുന്നു, അങ്ങനെ കണ്ട് ഇഷ്ടപ്പെട്ടവരാണ്. അപ്പം അതിനകത്തും ഒഫൻസ് ഒന്നും കാണാനില്ല. അപ്പം ഭാര്യ ഇടയ്ക്ക് ടൈം പാസിനായിട്ട് ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമൊക്കെ കാണുമ്പോൾ പുള്ളി ഒന്നും വിചാരിച്ചില്ല. പക്ഷേ കൊറോണ കഴിഞ്ഞ് കുറച്ചാൾ കഴിഞ്ഞപ്പോഴത്തേക്കും, കൊറോണ കഴിഞ്ഞ് കൃത്യം 1 വർഷം കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു ദിവസം പെട്ടെന്ന് ഭാര്യ കാണുന്നില്ല. പുള്ളി ആകെപ്പാടെ പേടിച്ചു പോയി. പുള്ളി വിളിക്കാവുന്ന എല്ലാ ബന്ധുക്കളെയും വിളിച്ചു നോക്കി, കൂട്ടുകാരെ വിളിച്ചു നോക്കി, എവിടെയും ചെന്നിട്ടില്ല. പിന്നെയാണ് പുള്ളിക്കാരി വിളിച്ചു പറഞ്ഞത്, ഇതുപോലെ ഞാൻ ഫേസ്ബുക്കിൽ കണ്ട ഒരാളുടെ കൂടെ പോകുന്നു എന്ന് ഒരു മെസ്സേജ്, ടെക്സ്റ്റ് മെസ്സേജാണ് വന്നത്. വിളിച്ചു പറയാറ് ടെക്സ്റ്റ് മെസ്സേജാണ് വന്നത്. പുള്ളി അത് വിട്ടുപോയി. കാരണം അതിനകത്ത് പുള്ളിക്കാരിക്ക് പറ്റുന്ന പറഞ്ഞാൽ, ഈ ഫേസ്ബുക്കിലൂടെ അയാളുടെ ഫോട്ടോയും സ്റ്റൈലും ഒക്കെ കണ്ടപ്പോൾ പുള്ളിക്കാർ വിചാരിച്ചു നല്ലൊരു ആളായിരിക്കും, നല്ല ഒരു പവിത്രതയുള്ളൊരു മനുഷ്യരായിരിക്കും, ഇങ്ങനെയൊക്കെ സൂപ്പറായിട്ടുള്ള മനുഷ്യരായിരിക്കും എന്ന് പറഞ്ഞായിരിക്കും പോയത്. പക്ഷേ പോയതൊരു നല്ല സീരിയസ് ക്രൈമിൽ അകപ്പെട്ടൊരു മനുഷ്യൻ്റെ കൂടെയാണ്, ഒരു വ്യക്തിയുടെ കൂടെയാണ്. അവനാണ് വെറും തല്ലിപ്പൊളിയായിട്ട് നടക്കുന്ന ഒരുത്തനായിരുന്നു. അവനൊരു 10 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് അവൻ്റെ അല്ലെങ്കിൽ ആ എന്തൂസിയാസം പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് അവനെ ഉപേക്ഷിച്ചിട്ട് പോയി. പ്ലസ് അവനാണെങ്കിൽ ഒരു ഫ്രോഡും. ഇങ്ങനെ ഒരുത്തൻ്റെ കൂടെ പോയത് കൊണ്ട് 10 ദിവസം കഴിഞ്ഞ് ഇവൻ പോയപ്പോഴത്തേക്കും ഈ പറഞ്ഞ ചേട്ടൻ്റെ ഭാര്യയ്ക്ക് പെട്ടെന്ന് ബോധോദയം ഉണ്ടായി. മക്കളെയും ഭാര്യയും കുറിച്ച് ചിന്ത വന്നു. അപ്പം അവർ കേസിനൊക്കെ പോയി, അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷനിലൊക്കെ പോയപ്പോഴത്തേക്കും, പോലീസ് സ്റ്റേഷനിൽ ചെന്നപ്പോഴത്തേക്കും നമ്മുടെ ചേട്ടൻ പറഞ്ഞു, ഇല്ല എന്തായാലും മക്കളെ വിടുന്ന കാര്യമില്ല, കാരണം ഇങ്ങനെയുള്ള ഒരുത്തിയുടെ കൂടെ എങ്ങനെ മക്കളെ വിടും. അതിനെ തെറ്റൊന്നും ഞാൻ പറയത്തില്ല, കറക്റ്റില്ല. അമ്മയ്ക്ക് എപ്പോഴാണ് പുതിയ ഒരു ഇൻഫ്ലുവൻസ് ഫേസ്ബുക്കിൽ ഒരു ജസ്റ്റ് മെസ്സേജ്, ഒരു ഫ്രണ്ട് റിക്വസ്റ്റ് വന്ന് അത് വെച്ച് ടൈപ്പ് ചാറ്റ് ചെയ്താൽ പോലും എന്താണെന്ന് പോലും അറിയാതെയാണ് ഇറങ്ങിപ്പോകുന്നത്. എന്തായാലും അവരുടെ ജീവിതം ഇങ്ങനെ അങ്ങ് പോയി. ഇപ്പം പുള്ളി വല്ലാത്തൊരവസ്ഥയിലാണ് ഇപ്പോൾ ജീവിച്ചു പോകുന്നത്. പുള്ളി വളരെ കഷ്ടപ്പെട്ടാണ് ജീവിക്കുന്നത്. പണ്ടെടുത്തതിൻ്റെ ഡബിൾ സ്ട്രഗിൾ എടുത്താണ് പുള്ളി ഇപ്പോഴും ജീവിക്കുന്നത്. കാരണം മക്കളെ വളർത്തണം, ഒരു മോളും മോനുമാണ്, അവരെ വളർത്തണം. അതാണ് പുള്ളിയുടെ ഇപ്പോഴത്തെ മുന്നിലുള്ള ഏക കച്ചിത്തുരുമ്പെന്ന് പറയുന്നത്. എന്തായാലും പുള്ളി വളരെ കഷ്ടപ്പെട്ട് പുള്ളി പൊരുതി തന്നെ ജീവിക്കുകയാണ്. പുള്ളി നല്ലൊരു ഫാമിലി മാനാണ്, എനിക്കറിയാം നല്ലോണം. എന്തായാലും ഇതിനകത്ത് നഷ്ടമെന്ന് വെച്ചാൽ പുള്ളിക്കാരിക്ക് തന്നെ, ഈ പറഞ്ഞ ചേട്ടൻ്റെ ഭാര്യയ്ക്ക് തന്നെ നഷ്ടം വരാറുള്ളൂ. ഇത്രയ്ക്ക് നല്ലൊരു ഭർത്താവിനെയും ഭാര്യയും മക്കളെയൊക്കെ ഇട്ടിട്ട് പോയത് ഒരു ഫ്രോഡിൻ്റെ പുറകെ. അവനാണെങ്കിൽ ഉപേക്ഷിച്ച് പോവുകയും ചെയ്തു. ഇപ്പോൾ പുള്ളിക്കാരി എറണാകുളത്ത് എന്തോ ജോലിയൊക്കെ ചെയ്ത് ജീവിക്കുന്നു എന്നാണ് അറിഞ്ഞത്. ആർക്കും അതിനെക്കുറിച്ച് ഒന്നും പറയാനുമില്ല, ആർക്കും അറിയത്തുമില്ല. അപ്പം എനിക്ക് പറയാനുള്ള ഇത്രേ ഉള്ളൂ, നവമാധ്യമങ്ങളൊക്കെ നല്ലതാണ്. ഇപ്പോൾ ഫേസ്ബുക്ക് ആയാലും ഇൻസ്റ്റാഗ്രാം ആയാലും എല്ലാം അതിനകത്തൂടെ കാണുന്നവന്മാരെല്ലാം, അല്ലെങ്കിൽ നമ്മളെ സമീപിക്കുന്നവന്മാരൊന്നും ഹരിചന്ദ്രന്മാരൊന്നും ആവാൻ ചാൻസ് ഇല്ല. എല്ലാവന്മാരും പല പ്രശ്നങ്ങളുള്ളവരും അല്ല, പല ഫ്രോഡുകളുമാണ്. 2-3 മെസ്സേജുകളല്ല 2 ദിവസത്തെ സംസാരത്തിൽ നിന്നും നമുക്ക് ആരെയും വിലയിരുത്താൻ പറ്റത്തില്ല. വർഷങ്ങളിലെ ബന്ധം ഉണ്ടെങ്കിൽ പോലും നമുക്കൊരാളെ
ഫ്രോഡാണോ ഇല്ലേ എന്ന് പറയാൻ പറ്റില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് 2 ദിവസത്തെ മെസ്സേജ് ഫോൺ വിളിയും കൊണ്ട് പറയാൻ പറ്റുന്നത്. ആ ചേച്ചി നിന്ന നിപ്പിൽ ഭർത്താവിൻ്റെ മക്കളെയും പറഞ്ഞ് പുള്ളിയുടെ പുറകെ പോയി. പുള്ളിക്കാരി ഗതി പിടിച്ചോന്ന് ചോദിച്ചാൽ ഇല്ല, അവനാണ് അവൻ്റെ കാര്യം കഴിഞ്ഞ് പോവുകയും ചെയ്തു. ഇപ്പം ടോട്ടലി ഒരു ഫോഗിനെസ് ആണ് ലൈഫിൽ ഉള്ളത്. എന്തായാലും ചേട്ടനിപ്പം ഈ പറഞ്ഞ കൊറോണ എന്ന് പറഞ്ഞ വിപത്തിനേക്കാളും വലിയ വിപത്തിനെയൊക്കെ സർവൈവ് ചെയ്തു. പുള്ളി മക്കളെ നോക്കുന്ന ഇപ്പം പുള്ളിയുടെ ഈ പറഞ്ഞ ചേട്ടൻ്റെ അമ്മയാണ്. പുള്ളിക്കാരിയുടെ കാര്യമൊന്നും പുള്ളി തിരക്കുന്നില്ല, മക്കൾക്ക് വേണ്ടി ജീവിക്കുന്നു, സുഖമായിട്ട് പോകുന്നു. അതുകൊണ്ട് എനിക്ക് ഇത്രേ പറയാനുള്ളൂ, നമ്മളും സൂക്ഷിച്ചാൽ നന്നായിരിക്കും. കാരണം ഫേസ്ബുക്ക് ആൻഡ് ഇൻസ്റ്റാഗ്രാം ആൻഡ് അതർ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ് ഈ ഇടയ്ക്ക് വേറെ ചാറ്റിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ആപ്പും വന്നിട്ടുണ്ടായിരുന്നു. അതിനെക്കുറിച്ചൊരു ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനത്തെ ആപ്പും ഒന്നും നവ മാധ്യമങ്ങളും അല്ലെ ഈ കമ്മ്യൂണിക്കേഷൻ സാധനങ്ങളൊന്നും കണ്ണും പൂട്ടി വിശ്വസിക്കല്. ആരെയും നമുക്ക് വിശ്വസിക്കാതിരിക്കുക. നമ്മൾ സേഫ്റ്റിയിൽ ഒരു അതിര് വിട്ട് ഒന്നിനും പോകാതിരിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് താങ്ക് യു. ഇത് പറയുന്നത് വെച്ചാൽ ഞാൻ വേറൊന്നും കൊണ്ടല്ല, ആർക്കെങ്കിലും ഇതൊരു ഒരു ഐ ഓപ്പണർ ആണെങ്കിൽ, പറഞ്ഞില്ലെങ്കിൽ ആരും അറിയത്തില്ല, ഐ ഓപ്പണർ ആവുകയാണെങ്കിൽ അത് നല്ലതെന്ന് ഞാൻ കരുതുന്നു എന്ന് മാത്രം. താങ്ക് യു.